അഴകി ഹെയർ കെയർ ഓയിലിന്റെ ഔപചാരികമായ ലോഞ്ചാണ് നടക്കാൻ പോകുന്നത്, ഒഫീഷ്യൽ ലോഞ്ചാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അഴകിയുടെ ഡയറക്ടർമാരുണ്ട്, ഐവനുണ്ട്, ഉമ്മയുണ്ട്, എല്ലാവരും ന്യൂസിറ്റാരെയാണ് ഇത് നമുക്കായി സമർപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഒരു ഏരിയയിലേക്ക് കിടക്കാം. ന്യൂസിറ്റാര ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അനു അഭിനയിച്ച പരസ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അഴകിയുടെ ഒരുപാട് വലിയൊരു നമസ്കാരം. അഴകിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെയർ ഓയിലിന്റെ പരസ്യത്തിന് കുറച്ച് മുന്നേയും ആഡും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ അങ്ങനെ വേറെ യൂസ് ചെയ്യാറില്ല എന്നാണ് പറയാറ്. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 5-6 മാസം മുന്നേ ആയിരിക്കും ഞാൻ ദുബായിലൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് അഴകി ഹെയർ ഓയിലിൻ്റെ ടീമിൽ നിന്ന് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തു. അപ്പം ഞാൻ വിഷ്ണുവിനോട് ആ സമയത്തും പറഞ്ഞില്ല, ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 മാസത്തോളം എനിക്ക് തോന്നുന്നു നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വിഷ്ണുവിൻ്റെയും ഉമ്മാടെയൊക്കെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് നാട്ടുകാരല്ലേ, പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ട് നേരിട്ട് കാണാനായിട്ട് ഒരു ഫാമിലിയായിട്ട് 2 പേരും കൂടെ വന്നു. മാനുക്കാക്ക പുള്ളിയെ കോൺടാക്ട് ചെയ്ത് പുള്ളിക്ക് വിഷ്ണുവിനെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ നേരിട്ട് എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ വയനാട്ടിലുള്ള വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അങ്ങനെ വന്നിട്ട് അപ്പോഴാണ് എനിക്കൊന്ന് നേരിട്ട് ശരിക്കും കാണുന്നത്. ദുബായിൽ ഒരു തവണ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർ വീട്ടിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കൂട്ടാണ് ഈ എണ്ണയ്ക്കുള്ളത്. അപ്പോൾ അതേ കൂട്ടിലാണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇന്ന് ഈ എണ്ണ, ഈ ഓയിൽ എത്താൻ പോകുന്നത്. അപ്പം അതിലൊരു മായവും ഒന്നും ഉണ്ടായില്ല എന്നുള്ളതൊരു 100% വിശ്വാസം എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ അന്വേഷിച്ചപ്പോൾ ദുബായിൽ ഓൾറെഡി ഇതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആളുകൾ വാങ്ങുന്നതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ഇന്ന് മുതൽ നമ്മൾ കേരളത്തിൽ എല്ലാവരുടെ കയ്യിലും എത്താൻ പോവുകയാണ്. തലമുടി എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. അപ്പം ഉമ്മാക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഉമ്മാക്ക് മോനും 2 പേർക്കും ഇനിയും വലിയ രീതിയിൽ വലിയ സക്സസ് ആയിട്ട് മാറട്ടെ ഈ ഒരു പ്രൊഡക്റ്റ്. ഇനി ഒരുപാട് പ്രൊഡക്ട്സ് ഇല്ലേ, ഷാമ്പൂ, ഹെയർ ബട്ടറുണ്ട്, അതിൻ്റെയൊക്കെ ലോഞ്ച് ഉണ്ടാവും അല്ലേ, അതൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക അല്ലേ, നമുക്കിപ്പോൾ അതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു ബ്രാൻഡ് അംബാസിഡർ ഒരു സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇത്രയധികം ഒരു എത്തിക്സിന് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്കാം. 2-3 മാസം അത് ഉപയോഗിച്ച് അത് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷമാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വന്നത്. ഇപ്പോൾ നിർമ്മൽ പലേല് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻറ്റ് ഒന്നും ജസ്റ്റ് ഒന്ന് പറയുമോ? നേരത്തെ പറഞ്ഞ കുറച്ച് ആളുകളൊന്നും 2014 സംഭവിച്ചൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു 1.5 വർഷത്തോളം കിടപ്പിൽ അനുവിനൊക്കെ അറിയാം. അതിനുശേഷം ഞാൻ പറഞ്ഞ മുടിയൊക്കെ പാട് നമ്മുടെ കീമോ ചെയ്ത ആളുകളുടെ പോലെ വളരെ നൈസായി തിന്നായി പോയി. ഏകദേശം ഒരു ഫ്രണ്ട് കോഴിക്കോടുള്ളൊരു പാലാഴിയുള്ള ഒരു റഹീമാണ് റിട്ടയർഡായത് മരുന്നിൻ്റെ അഴകിയിരുന്നോ ഇത്രത്തോളം എത്തുമെന്ന് എനിക്ക് അത് വളരെ എണ്ണം കൂട്ടിത്തന്നു. എനിക്കറിയില്ലായിരുന്നു. ജസ്റ്റ് തേച്ചതിന് ശേഷം എനിക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഏറ്റവും ആദ്യം കോൺഫിഡൻസ് വന്നത് എൻ്റെ മുടി തിരിച്ചു വന്നതോട് കൂടിയിട്ടാണ്.
അത് നടക്കാൻ തുടങ്ങിയിട്ടില്ല. അതിനടുത്ത് എൻ്റെ ഒരു മുടി തിരിച്ചു വന്നു. എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ എന്തായാലും അഴകിയുടെ ഉമ്മയെ പോയി വീട്ടിൽ പോയി കാണുകയും ചെയ്തു. ഉമ്മ വീട്ടിൽ വന്നു. വീട്ടിൽ എന്നിട്ട് മെയിൽ എന്നൊക്കെ പറഞ്ഞ് വരുന്നതിന് മുമ്പായിട്ട് ഫുക്രി എന്ന സിനിമയിൽ എൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ഞാൻ ആദ്യമായി ചെയ്ത സിനിമ ഫുക്രിയാണ്. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഞാനും അനുവും കൃഷ്ണമൊക്കെയുള്ള. അപ്പം ഇപ്പോഴും ഞങ്ങളുടെ ആ ഗ്രൂപ്പും ഞങ്ങളുടെ ആ സൗഹൃദം അതേപോലെ പോകുന്നത്. അതിൽ വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അമ്മ അനു എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും അതേപോലെ തന്നെ കാഴ്ചയിലും സ്വഭാവത്തിലും അതേപോലെ തന്നെ. അപ്പം അനു തന്നെ ഇതിന് തീർച്ചയായും യോഗ്യമായിട്ടുള്ള ആളാണ്. അപ്പം വലിയ സന്തോഷം. താങ്ക് യു. സന്തോഷം. അഴകി ഹേബട്ട. പരിപാടി നടക്കില്ല, അതുകൊണ്ടാണ്. മുഹമ്മദ് അഫ്സൽ, 3 പേരെയും വളരെയധികം ആദരപൂർവ്വം നമ്മുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അജ്മി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ ബ്രാൻഡാണ്. പറയാതിരിക്കാൻ പറ്റില്ല കലശന. ഞാനൊക്കെ അജ്മി ഉപയോഗിക്കുന്നത്. പുട്ട്, അജ്മി പുട്ടുപൊടി, അജ്മി പത്തിരിപ്പൊടി, എന്തോ കടയിൽ പോയ അജ്മി മാത്രമേ വാങ്ങാൻ. ഞാൻ ഇന്നലെ വാഗൺ മാർട്ട് പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് അത് മതി. അതെ, അജ്മി പുട്ട് ഒരു വികാരമാണ്. ഇപ്പൊ നമ്മൾ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നത്. കാരണം ഈ ഒരു സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതിൽ താങ്ക് യു. അപ്പോൾ അജ്മിയുടെ 3 ഡയറക്ടർമാർക്കും ഹൃദയം നിറഞ്ഞ ഒരു നന്ദി അറിയിക്കും. കലശന നമ്മുടെ ഒരു ടോക്കൺ ഓഫ് ലവ്, അഴകിയുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ഇവർക്ക് 3 പേർക്ക് നൽകാനായിട്ട് അയ്മനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അയ്മനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അഴകി ഹേബൽ ഷാബു. ഞാൻ പറഞ്ഞു ജെല്ലിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബട്ടർ യൂസ് ചെയ്യാൻ പറ്റും.
കെമിക്കൽ കുറച്ചിട്ടാണ് ആ. നമ്മൾ അതിന് നമ്മുടെ ഓയിലിൻ്റെ ചെമ്പരത്തിൻ്റെ ചെമ്പരത്തിപ്പൂവിൻ്റെ നീര് ഓക്കെ ആ. ഷാമ്പു ആണ് എയർ കണ്ടീഷണർ. ഓക്കെ. നമുക്ക് അതിൽ കെമിക്കൽ കുറവെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഷാമ്പുകൾ തുണിയെടുക്കാൻ പറയാനല്ലോ, ഇത് നമ്മൾ കുറച്ചെടുക്കണം, എന്നാലും നമ്മൾ ഒരുപാട് പകരുന്നുണ്ട്. അതാണ് നയിച്ചത്. ഓക്കെ ഓക്കെ മനസ്സിലായല്ലോ രമേശേട്ടാ? മനസ്സിലായി. അപ്പോൾ ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. അഴകിയുടെ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനമാണ്. എനിക്ക് ആദ്യം ഒരു പേരുണ്ടായിരുന്നു, പിന്നെ പേര് മാറ്റിയിട്ട ആളാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ പേര് പാർത്ഥസാരഥി എന്നാണ്. എൻ്റെ ആദ്യത്തെ പേര് പാർത്ഥസാരഥി എന്നായിരുന്നു. ആദ്യത്തെ പേര് പാർത്ഥസാരഥി. എൻ്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. എൻ്റെ അച്ഛൻ ഞാനൊരു നടനാണ്. ഞാൻ 40-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ്. എൻ്റെ ആദ്യത്തെ സിനിമയിലെ അഭിനയത്തിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഞാൻ സ്വർണ്ണ മെഡൽ മേടിച്ചിട്ടുള്ള ആളാണ്. ആരാണ് ഞാൻ? ജയറാമൻ. ആരാണ്? ഞാൻ അതിനകത്തൊരു ട്വിസ്റ്റ് വിട്ടിരുന്നു. ഞാൻ 40-ലധികം മലയാള സിനിമകളിൽ പിടിക്കുന്ന ആളാണോ? അല്ല. എന്ത് ചെയ്യുന്നു? മീഡിയയിൽ വർക്ക് ചെയ്യുന്നു. ഏത് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്? ബി കവർ മീഡിയ. അടിപൊളി. മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ബി കവർ മീഡിയ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബുദ്ധിയുള്ള ചെറുതാണ് എടുത്തിരിക്കുന്നത്. നിലവിൽ ചേർന്നൊരു ഗംഭീര കയറി കൊടുക്കാം. ഒരു സമ്മാനം കൂടെ കൊടുക്കും. രാഹുലിനാണ് സമ്മാനം കൊടുക്കുന്നത്. നിർമ്മൽ പലാഴി. എല്ലാവരും ചേർന്നൊരു ഗംഭീര കയറി കൊടുക്കാം. രാഹുൽ.